Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ S4 സിവിൽ എഞ്ചിനീയറിംഗിലെ CET 202 എഞ്ചിനീയറിംഗ് ജിയോളജി എന്ന പേപ്പറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി 2019 സ്കീമിൻ്റെ സിലബസിൻ്റെ കൂടെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ KTU പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് ജിയോളജിയിലെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാർട്ടാണുള്ളത്, പാർട്ട് എയും പാർട്ട് ബിയും. അപ്പോൾ പാർട്ട് എയിൽ 3 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യനാണുള്ളത്. അങ്ങനെ മൊത്തം 30 മാർക്കാണ് പാർട്ട് എയിൽ വരുന്നത്. പാർട്ട് ബിയിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 14 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഒരെണ്ണമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ 5 മോഡ്യൂളിൽ നിന്ന് 14 മാർക്കിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് 70 മാർക്കാണ് പാർട്ട് ബി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എഞ്ചിനീയറിംഗ് ജിയോളജിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 30 മാർക്ക് വെയിറ്റേജുള്ള പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ബ്രീഫായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ മൊഡ്യൂളിലെയും ഓരോ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ നമ്മുടെ സിലബസ് വൃത്തിയായിട്ട് പഠിച്ച് റെഡിയായിട്ട് വേണം നിങ്ങൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ട് തുടങ്ങാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് എ എന്ന് പറയുന്നത് 3 മാർക്കാണ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യേണ്ടി വരും. 3 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡ്യൂൾ 1ലെ ക്വസ്റ്റ്യനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ വെദറിങ് ഓഫ് റോക്സ്. അത് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഡിഫൈൻ വെദറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വെദറിങ് എന്താണ് എന്ന് എഴുതണം. നമുക്ക് വെദറിങ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. ഡീകേ അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്ക് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സം സെർട്ടൻ ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഏജൻസീസ്, അതാണ് വെദറിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് അറിയാമെന്നുള്ളത് എഴുതിയാൽ മതി. കൂടുതൽ ഇതുപോലെ തന്നെ എഴുതണമെന്നൊന്നുമില്ല, നമുക്ക് അറിയാമെന്നുള്ള ലാംഗ്വേജിൽ എഴുതിയാൽ മതി. അപ്പോൾ വെദറിങ് എന്താണെന്ന് 2 പോയിൻ്റ് എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെദറിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 4 ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. മെക്കാനിക്കൽ, കെമിക്കൽ, സ്പിറോയിഡൽ, അതുപോലെ ഓർഗാനിക് വെദറിങ്. അതെന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു വേണ്ട, ഇതുപോലെ പോയിൻ്റ് എഴുതിയാൽ മതി. പിന്നെ എന്താണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വെദറിങ്, അതും ഇതുപോലെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് പോയിൻ്റായിട്ട് എഴുതിയാൽ മതി. ഇത്രയും എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ സോയിൽ ഇറോഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ. നമ്മൾ സോയിൽ ഇറോഷൻ എന്താണെന്ന് ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതണം. സോയിൽ ഇറോഷൻ എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് സോയിൽ പാർട്ടിക്കിൾ ബൈ ദി നാച്ചുറൽ ഏജൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ലൈക്ക് വിൻഡ്, വാട്ടർ, ഐസ് എക്സെട്ര. അതാണ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പർ സർഫസിലുള്ള സോയിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഇറോഡ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സോയിൽ ഇറോഷൻ്റെ ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഷീറ്റ് ഇറോഷൻ അതുപോലെ ഗള്ളി ഇറോഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമുക്കതവിടെ മെൻഷൻ ചെയ്യാം. അതുപോലെ കോസസും കൂടെ നമുക്ക് എഴുതാം. ഇതുപോലെ എഴുതിയില്ലെങ്കിൽ എന്താണ്, നമുക്ക് പോയിൻ്റ് ഇട്ട് കുറച്ചുകൂടെ കോസ് നമ്മൾ പഠിച്ചിട്ടുള്ള വേറെയും കുറച്ച് കോഴ്സ് ഉണ്ട്. ഞാനിപ്പം ഇത് 2 പോയിൻ്റായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കോസസ് ഓരോ പോയിൻ്റായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിലാണ്. അപ്പോൾ നമ്മൾ മോഡ്യൂളിൽ പഠിച്ചത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ എന്താണ്, ബേസ്ഡ് ഓൺ വെദറിങ് ഓഫ് റോക്സിൻ്റെ ബേസിൽ നമ്മൾ 2 ടൈപ്പ് മെയിനായിട്ടുണ്ടെന്ന് പഠിച്ചു. എന്താണ്, റെസിഡ്വൽ സോയിലും അതുപോലെ ട്രാൻസ്പോർട്ടഡ് സോയിലും ഉണ്ടെന്ന് പഠിച്ചു. റെസിഡ്വൽ സോയിലിൻ്റെ അകത്ത് ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ ഉണ്ടെന്ന് പഠിച്ചു. ട്രാൻസ്പോർട്ടഡ് സോയിലിൻ്റെ അകത്ത് അലൂവിയൽ സോയിൽ, കൊളൂവിയൽ സോയിൽ, ഗ്ലേഷ്യൽ സോയിൽ, എലൈൻ സോയിൽ, അതുപോലെ ലാക്കസ്ട്രൈൻ സോയിൽ, ഇത്രയും സോയിൽ ഉണ്ടെന്ന് പഠിച്ചു. ഇത് ഇത്രയും എഴുതുമ്പോൾ തന്നെ നമുക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിസ്ക്രൈബ് എർത്ത് ക്വേക്ക് ആൻഡ് റൈറ്റ് നോട്ട് ഓൺ സീസ്മോഗ്രാഫ് ആൻഡ് സീസ്മോഗ്രാം. ഓക്കെ, നമ്മൾ എർത്ത് ക്വേക്കിനെ പറ്റി, നമുക്ക് എന്താണ് എർത്ത് ക്വേക്കിനെ പറ്റി അറിയാം എന്ന് വെച്ചാൽ നമ്മൾ എർത്ത് ക്വേക്കിനെ പറ്റി ചെറിയ ഒരു ബ്രീഫായിട്ട് എഴുതണം. അപ്പോൾ സോ എർത്ത് ക്വേക്ക് എന്ന് വെച്ചാൽ എന്താണ്, റിസൾട്ട് ഓഫ് എ സഡൻ റിലീസ് ഓഫ് സ്റ്റോർഡ് എനർജി ഇൻ ദ എർത്ത് ക്രസ്റ്റ് ദാറ്റ് ക്യാരി സീസ്മിക് വേവ്. അതായത് എന്താണ്, സഡൻ റിലീസ് ഓഫ് എനർജി കാരണമാണ് എർത്ത് ക്വേക്ക്
ഉണ്ടാകുന്നത് അല്ലേ. അപ്പം എർത്ത് ക്വേക്ക് കാരണം എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റും, അതായത് ഷേക്കിങ്ങും ഡിസ്പ്ലേസ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ എർത്ത് ക്വേക്ക് കാരണം സുനാമി ഉണ്ടാവാം, അതുപോലെ ലൈഫ് ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ലൈഫ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമുക്കറിയാമെന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. എർത്ത് ക്വേക്കിനെ പറ്റി പോയിൻ്റായിട്ട് എഴുതാം, അല്ലാതെയും എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലെ 3 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ കുറച്ച് എഴുതിയാലും മതി. സോ അത് കഴിഞ്ഞിട്ട് സീസ്മോഗ്രാഫും സീസ്മോഗ്രാമും എന്താണെന്ന് എഴുതണം. സീസ്മോഗ്രാഫ് എന്ന് വെച്ചാൽ നമുക്കറിയാം, സീസ്മോഗ്രാഫ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത്. എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഗ്രൗണ്ട് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് മോഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊരു മാസ് അറ്റാച്ച്ഡ്, ഒരു ഫിക്സഡ് ബേസിലൊരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എർത്ത് ക്വേക്കിൻ്റെ സമയത്ത് എന്താണ് ഈ മാസ് അവിടെ തന്നെ ആയിരിക്കും, അതായത് ബേസ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതേസമയം സീസ്മോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് സീസ്മോഗ്രാം ഈസ് എ ഗ്രാഫ് ഔട്ട്പുട്ട്. സീസ്മോഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഗ്രാഫ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ സീസ്മോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ദി ഗ്രൗണ്ട് മോഷൻ അറ്റ് എ മെഷറിംഗ് സ്റ്റേഷൻ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. ഓക്കെ, പിന്നെ എന്താണ് സീസ്മോഗ്രാം ടിപ്പിക്കലി റെക്കോർഡ് മോഷൻ 3 സർട്ടൻ ആക്സിസിലായിരിക്കും, കാർട്ടീഷ്യൻ ആക്സിസിലായിരിക്കും എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് എക്സ് വൈ ഇസഡ് ഡയറക്ഷനിലായിരിക്കും എർത്ത് ക്വേക്കിൻ്റെ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്ര എഴുതിയാൽ മതിയായിരിക്കും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് ഇത്ര എഴുതിയാൽ മതിയായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എർത്ത് ക്വേക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇല്ലുസ്ട്രേറ്റ് ദി ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി വിത്ത് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി എന്താണെന്ന് എഴുതണം. ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, എർത്ത് ക്വേക്കിൻ്റെ സമയത്ത് 2 ബ്ലോക്സ് അല്ലെങ്കിൽ 2 പ്ലേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ പ്ലേറ്റ് 2ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് അത് 2ആയിട്ട് 2 ഓപ്പോസിറ്റ് സൈഡിലോട്ടത് പോകുന്നതിനെയാണ്, ഡയറക്ഷനിലോട്ട് പോകുന്നതിനെയാണ് ഇലാസ്റ്റിക് റീബൗണ്ട് തിയറിയിൽ അതിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നതിനെയാണ് ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന എനർജി എന്താവും, റിലീസാവും. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് എനർജി ഫുൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റോക്സ് ഒറിജിനൽ പൊസിഷനിൽ വരും അല്ലേ, അതായത് അൺഡിഫോംഡ് ഷേപ്പിലോട്ട് അത് വരും. സോ നമ്മൾ ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി എന്ന് പറയുമ്പോൾ തിയറി എന്താണെന്ന് എഴുതണം. എഴുതിയതിന് ശേഷം ആദ്യത്തെ ടൈം 1, ടൈം 2, ടൈം 3 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ ഫിഗറിലെന്ന് പറഞ്ഞാൽ എനർജി റിലീസ് ആവാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിഫർമേഷൻ ജസ്റ്റ് ഇലാസ്റ്റിക് സ്റ്റേറ്റിലായി കഴിഞ്ഞു. തേർഡ് എന്ന് പറഞ്ഞാൽ എനർജി എല്ലാം പോയി കംപ്ലീറ്റ് ആയിട്ട് മാറി 2 ഷേപ്പിലായിട്ട്, അതായത് പ്ലേറ്റ് 2 സൈഡിലായിട്ട് ഇരിക്കുന്നതാണ് തേർഡ് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ വരച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഗൈബൻ-ഹെർസ്ബർഗ് റിലേഷൻ ഇൻ സീ വാട്ടർ ഇൻട്രൂഷൻ. സീ വാട്ടർ ഇൻട്രൂഷൻ്റെ റിലേഷൻ അല്ലേ. സോ എന്താണ് ഇതെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യണം, എന്നിട്ട് ആ റിലേഷൻ എന്താണെന്ന് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, സോ ഗൈബൻ-ഹെർസ്ബർഗ് റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ദ റേഷ്യോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എവറി ഫൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ ആൻ അൺകൺഫൈൻഡ് അക്വിഫയർ എബവ് സീ ലെവൽ there will be 40 feet of fresh water in aquifer below sea level. ഓക്കെ, അൺകൺഫൈൻഡ് അക്വിഫയർ എബവ് സീ ലെവലിൻ്റെ അതേ ഇതിൽ എന്തുണ്ട്, 40 feet ഫ്രഷ് വാട്ടർ ബിലോ അക്വിഫയർ, അതായത് ബിലോ സീ ലെവലിൻ്റെ താഴെയുള്ള അക്വിഫയറിലും ഇതേപോലെ 40 feet ഫ്രഷ് വാട്ടർ അവിടെ ഉണ്ടെന്നാണ് ഗൈബൻ-ഹെർസ്ബർഗ് റിലേഷനിൽ പറയുന്നത്. ഓക്കെ, അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇക്വേഷൻ എഴുതാനായിട്ട് മറക്കരുത്. ഇക്വേഷൻ എഴുതിയിട്ട് അതെന്താണെന്നും കൂടെ താഴെ എഴുതണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഡാർസി ലോ വിത്ത് നീറ്റ് ഡയഗ്രാം. നമ്മൾ വാട്ട് ഈസ് ഡാർസീസ് ലോ എന്ന് ആദ്യം എഴുതണം. ഡാർസീസ് ലോ ഈസ് ഇക്വേഷൻ ദാറ്റ് ഡിഫൈൻസ് ദി എബിലിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ഫ്ലോ ത്രൂ എ പോറസ് മീഡിയം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ, പോറസ് മീഡിയത്തിൽ കൂടെ ഫ്ലൂയിഡിന് പോകാനുള്ള അതിൻ്റെ എബിലിറ്റിയാണ് ഡാർസീസ് ലോ പറയുന്നത്. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ്
this rate of flow is directly proportional to the drop in vertical elevation between two places in a medium and indirectly proportional to the distance between them എന്നാണ് ഡാർസീസ് ലോ നമുക്ക് പറയുന്നത്. ഓക്കെ, ആദ്യം അത് ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്തിട്ട് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇതുപോലെ എഴുതണം. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ഹൈറ്റ് ഡിഫറൻസും എന്നാൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസും. ഓക്കെ, ഈ ഫിഗർ ഇതുപോലെ വരച്ചിട്ട് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനായിട്ട് എഴുതിയാൽ മതിയാകും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് കാൽസൈറ്റ് ആൻഡ് ജിപ്സം. ഓക്കെ, കാൽസൈറ്റിൻ്റെയും ജിപ്സത്തിനെയും പറ്റിയാണ് എഴുതേണ്ടത്. അപ്പോൾ കാൽസൈറ്റിനെ പറ്റി ഈ ബോക്സിലുള്ള ഇത്ര എഴുതിയാൽ മതിയാവും. അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ക്രിസ്റ്റൽ സിസ്റ്റം, ഹെക്സഗണൽ സിസ്റ്റമാണ്, റോംബിക് ഫോമാണ്, അതുപോലെ കളർ തന്നിട്ടുണ്ട്. ലസ്റ്റർ എന്താണെന്ന് എഴുതണം. ഫ്രാക്ചർ റെയർലി ഫൗണ്ട് ആണ്. പിന്നെ അതിൻ്റെ ക്ലീവേജ് എഴുതണം. ഹാർഡ്നെസ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന സ്പെസിഫിക് ഗ്രാവിറ്റിയും ഹാർഡ്നെസ്സൊക്കെ നമ്മൾ ഓർത്ത് തന്നെ വയ്ക്കണം. ഓക്കെ, പിന്നെ ട്രാൻസ്പെറൻസി, സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് എന്താണ്, പിന്നെ എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് അതും എഴുതാം. ഓക്കെ, സെക്കൻഡ് ജിപ്സം എന്ന് പറയുമ്പോൾ എന്താണ്? ജിപ്സം ഈസ് ഫോംഡ് ഫ്രം ഇവാപ്പറേഷൻ ഓഫ് സീ വാട്ടർ വിച്ച് ഈസ് റിച്ച് ഇൻ സൾഫേറ്റ് സോൾട്ട്. ഓക്കെ, ഇറ്റ്സ് കളർ ഈസ് വൈറ്റ് ബട്ട് ഓൾസോ കളർഡ് ഇൻ അതർ ഷേപ്പ്, യെല്ലോ, റെഡ് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ കളറിൽ നമുക്ക് ജിപ്സം കിട്ടും. ഹൈഡ്രേഷൻ ഓഫ് അൺഹൈഡ്രേറ്റ് റിസൾട്ടഡ് ഇൻ ജിപ്സം. പിന്നെ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനും ക്രിസ്റ്റൽ സിസ്റ്റം മോണോക്ലിനിക് ആണ്. ഇതിൻ്റെ ഫോം കൊടുത്തിട്ടുണ്ട്. കളർ എഴുതാം, അതുപോലെ ലെസ്റ്റർ, ഫ്രാക്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കൂടെ അതിൻ്റെ യൂസും കൂടെ എഴുതാം. അതായത് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ ജിപ്സം യൂസ് ചെയ്യും. അതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസിന് യൂസ് ചെയ്യും. ജിപ്സം ബോർഡ്, അതായത് ഫയർ പ്രൂഫിങ്ങിന് നമ്മൾ ജിപ്സം ബോർഡ്സ് യൂസ് ചെയ്യും. സോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ എഴുതാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇഗ്നിയസ് റോക്സ് ബേസ്ഡ് ഓൺ ഒറിജിൻ. ഒറിജിൻ്റെ ബേസിസിൽ ഇഗ്നിയസ് റോക്സിനെ ഡിഫൈൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ഇഗ്നിയസ് റോക്ക് എന്താണെന്ന് ആദ്യം എഴുതണം. സോ എന്താണ് ഇഗ്നിയസ് റോക്ക്? റോക്സ് ദാറ്റ് ഫോംഡ് ഫ്രം ഹോട്ട് മോൾട്ടൺ മെറ്റീരിയൽ ത്രൂ ദി പ്രോസസ് ഓഫ് കൂളിംഗ് ആൻഡ് ക്രിസ്റ്റലൈസേഷൻ ഓഫ് മാഗ്മ ഓർ ലാവ ഈസ് കോൾഡ് എന്താണ്? ഇഗ്നിയസ് റോക്ക്. അപ്പോൾ അത് ഇഗ്നിയസ് റോക്സ് എന്താണെന്ന് ആദ്യം ഒരു ലൈൻ എഴുതിയിട്ട് വേണം ബാക്കി നമ്മളതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് എഴുതാം. ഓക്കെ, ഒറിജിൻ്റെ ബേസിസിൽ നമുക്ക് ഇൻട്രൂസീവ് എന്നും എക്സ്ട്രൂസീവ് എന്നും എഴുതാം. ഇൻട്രൂസീവ് അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്ക്. Okay, so intrusive rock, also called as plutonic rock, cools slowly without ever reaching the surface. Okay, they have large crystals that are usually visible without a microscope. The surface is known as phanetic and texture. Okay, extrusive അല്ലെങ്കിൽ volcanic rocks. Extrusive rock refers to the mode of igneous volcanic rock formation in which hot magma from inside the earth flow out onto the surface as lava or explodes violently into the atmosphere to fall back as pyroclastics or tuff. Okay, other example എന്ന് പറയുന്നത് എന്താണ്? റയലൈറ്റും ആൻഡിസൈറ്റും ആണ് നമ്മൾ വോൾക്കാനിക് റോക്സിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇഗ്നിയസ് റോക്സിനെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഇഗ്നിയസ് റോക്സ് എന്ന് എഴുതണം. എന്നിട്ട് വേണം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ എഴുതാൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇല്ലുസ്ട്രേറ്റ് ദി മേജർ പാർട്സ് ഓഫ് ദി ഫോൾഡ് വിത്ത് എ നീറ്റ് ഡയഗ്രാം. ഓക്കെ, സോ ഇതാണ് പാർട്സ് ഓഫ് ഫോൾഡ്. ഈ കംപ്ലീറ്റ് ഡയഗ്രാം ഇതുപോലെ പഠിച്ച് വെക്കണം. പഠിച്ച് കറക്റ്റായിട്ട് ഈ ഡയഗ്രാം ഇതുപോലെ വരയ്ക്കാനും പഠിക്കണം. അതുപോലെ കറക്റ്റായിട്ട് ഇതെല്ലാം മാർക്ക് ചെയ്യാനും പഠിക്കണം. ഓക്കെ, ഇതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെന്താണെന്നും കൂടെ എഴുതാം. ഓക്കെ, ലിംസ്, ഹിഞ്ചസ്, ആക്സിയൽ സർഫസ്, അതുപോലെ ആക്സിയൽ പ്ലെയിൻ, ആക്സിസ് ഓഫ് ഫോൾഡ്, പ്ലഞ്ച് ഓഫ് എ ഫോൾഡ്, ക്രസ്റ്റ് ആൻഡ് റഫ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മാർക്ക് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ എന്താണ് ഇതെന്തൊക്കെയാണെന്ന് നമ്മൾ ഒരു ലൈൻ എഴുതിയാൽ മതിയായിരിക്കും. ഒരുപാടൊന്നും എഴുതിയൊന്നും വേണ്ട, ഒരു ലൈൻ എഴുതിയാൽ മതിയായിരിക്കും. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് വരുന്നത് ഈ പാർട്ട് എയിൽ ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്ലൈനോമീറ്റർ കോമ്പസ് ആൻഡ് ബ്രണ്ടൻ കോമ്പസ് ആണ്. ഓക്കെ,
ഓക്കെ, ദ ക്ലൈനോമീറ്റർ കോമ്പസ് ഡിഫേഴ്സ് റാദർ ഫ്രം ആൻ ഓർഡിനറി കോമ്പസ് ഇൻ ദ ഫോളോയിങ് മാനർ. ഈ 3 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്കും നമ്മൾ 3 പോയിന്റ് എഴുതിയാൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റും ഓർത്ത് വച്ചേക്കണം. ഇതുപോലെ എഴുതിയാൽ മതിയായിരിക്കും. ഓക്കെ, സിമ്പിളാണ്. കോമ്പസിന് നമുക്ക് ക്ലൈനോമീറ്റർ കോമ്പസും അതുപോലെ ലണ്ടൻ കോമ്പസും എന്താണെന്ന് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ 3 പോയിന്റ് എഴുതിയാൽ മതിയായിരിക്കും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ. ഓക്കെ.